ടു സ്റ്റുഡൻസ് ട്യൂട്ടോറിയൽ ക്ലാസ്. ക്ലാസ് 8-ലെ ഇംഗ്ലീഷിലെ അവസാനത്തെ യൂണിറ്റായ എക്കോസ് ഫ്രണ്ട്സ് അഫർ അതിലെ ഫസ്റ്റ് ചാപ്റ്റർ ആയ എ ടെയിൽ ഓഫ് ടു ഗിഫ്റ്റ് ആണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇത് എഴുതിയിരിക്കുന്നത് ഒ ഹെൻറി ആണ്. ഈ ഒരു ചാപ്റ്ററിലെ ഓരോ വാക്കും സെന്റൻസും മലയാളത്തിൽ പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോയിൽ ഈ ചാപ്റ്റർ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് പഠിക്കും. അപ്പൊ നമുക്ക് നേരെ സ്റ്റോറിയിലേക്ക് കിടക്കാം. Let's read and reflect. The loss of a valuable. Valuable എന്ന് പറഞ്ഞാൽ നല്ല വിലയുള്ള ഒന്നിന്റെ നഷ്ടം. Or beloved possession. അല്ലെങ്കിൽ ക്ഷമിക്കുന്ന നമ്മുടെ ഒരു വസ്തു, നമ്മുടെ കൈവശം വെച്ചിരിക്കുന്ന എന്തെങ്കിലും ഒരു സാധനം. Might seem unbearable. അതിന്റെ നഷ്ടം, ലോസ്, അതിന്റെ നഷ്ടം ചില സമയം നമുക്ക് സഹിക്കാനായിട്ട് സാധിക്കില്ല. At least for a while. കുറച്ച് സമയത്തേക്കെങ്കിലും നമുക്ക് അത്ര ഇഷ്ടമുള്ള സാധനം നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കുറച്ച് സമയത്തേക്കെങ്കിലും നമുക്ക് നല്ല വേദന ഉണ്ടാവും. Have you ever parted with something truly precious? നിങ്ങൾക്ക് ഒത്തിരി വിലയുള്ള അല്ലെങ്കിൽ നിങ്ങൾ ഒരു നിധിയായി കണ്ട എന്തെങ്കിലും ഒന്ന് നിങ്ങൾക്ക് ഐശ്വര്യമെങ്കിൽ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടോ? If so, അങ്ങനെയെങ്കിൽ this story by O. Henry may remind you of that experience. അങ്ങനെയാണെങ്കിൽ O. ഹെൻറിയുടെ ഈ ഒരു കഥ നിങ്ങൾ ആ ഒരു അനുഭവം ഒന്നുകൂടി ഓർമ്മിപ്പിക്കുമെന്നാ പറയുന്നത്. അപ്പൊ എന്തോ ഒരു നഷ്ടത്തിന്റെ കഥയാണല്ലോ ഇത്. വായിച്ചു നോക്കാം. A tale of two gifts. രണ്ട് സമ്മാനങ്ങളുടെ കഥ. ടെയിൽ എന്ന് പറഞ്ഞാൽ കഥ എന്നാണ്. അപ്പൊ നഷ്ടപ്പെട്ടത് രണ്ട് സമ്മാനങ്ങളാണ്. നോക്കിയാലോ. $1.87. $1.77. പൈസ എണ്ണമാണല്ലോ ആരോ. That was all. അത്രേ ഉണ്ടായിരുന്നുള്ളൂ. She had put it aside. അവള് അത് മാറ്റി വെച്ചതായിരുന്നു. ഈ ഒരു പൈസ അസൈഡ് എന്ന് പറഞ്ഞാൽ ഇത് മാറ്റി വെക്കുക. ഈ ഒരു പണം അവൾ മാറ്റി വെച്ചതായിരുന്നു കേട്ടോ. 1 cent and then another and then another. ഒരു സെന്റ് വീതം പിന്നീട് വീണ്ടും ഓരോന്നായിട്ട് ഓരോ സെന്റ് വെച്ച് ഇങ്ങനെ കളക്ട് ചെയ്തിട്ടാണ് ഇപ്പൊ ഈ ഒരു പൈസ ആയിരിക്കുന്നത്. In her careful buying of meat and other food. മറ്റ് മാംസവും, മീറ്റ് എന്ന് പറഞ്ഞാൽ മാംസം, other food മറ്റെല്ലാ ഭക്ഷണവും ശ്രദ്ധിച്ച് വാങ്ങിയതിൽ നിന്നും എന്ന് പറഞ്ഞാൽ എന്താ, ഭക്ഷണമൊക്കെ വാങ്ങുന്ന പൈസയിൽ നിന്നും അല്ലെ, കുറച്ചൊക്കെ ഭക്ഷണമൊക്കെ മേടിക്കുന്നത് കുറച്ച് അത്യാവശ്യം മാത്രം വാങ്ങിച്ച് അങ്ങനെ മിച്ചം കിട്ടുന്ന പണം ഓരോന്നായി ഓരോ സെന്റുമായി കൂട്ടിവെച്ചാണ് ഇപ്പൊ $1.87 ഇവരുടെ കയ്യിലുള്ളത്. Three times. അപ്പൊ നമ്മുടെ സ്ത്രീയുടെ പേര് കിട്ടി, ചെയ്യുന്ന പെണ്ണിന്റെ പേര് കിട്ടി. പേര് ബെല്ല എന്നാണ്. ബെല്ല ആ പണം എത്ര പ്രാവശ്യം വീണ്ടും കൗണ്ട് ചെയ്തു? $1.87. നമ്മൾ പൈസ വീണ്ടും കൗണ്ട് ചെയ്യുന്ന എന്തിനാ? കുറച്ചുകൂടി ഉണ്ടോ, എനിക്ക് തെറ്റിപ്പോയോ നോക്കാൻ വേണ്ടിയിട്ടായിരിക്കും അല്ലെ. പക്ഷെ പണം വീണ്ടും കൗണ്ട് ചെയ്യുന്നുണ്ട്, എന്തെങ്കിലും മാറ്റം ഉണ്ടോ? അതുമില്ല. $1.87 തന്നെ. നെക്സ്റ്റ് ഡേ വുഡ് ബി ക്രിസ്മസ്. അടുത്ത ദിവസം ക്രിസ്മസ് ആയിരുന്നു. There was nothing to do but fall on the bed and cry. ക്രിസ്മസ് ആണ്, എന്ത് കിട്ടാറാ? ഒന്നും ആ ഒരു പണം കൊണ്ട് കിട്ടാൻ പോകുന്നില്ല അല്ലെ. അപ്പൊ ബെല്ലയ്ക്ക് ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു കാര്യം എന്താണ്? കിടക്കയിൽ വീണ് കരയുകയല്ലാതെ മറ്റൊന്നും ചെയ്യാനില്ലായിരുന്നു. സോ ദാറ്റ്സ് വാട്ട് ബെല്ല ഡിഡ്. അപ്പൊ അതിനെ ചെയ്തു, ബെല്ല അത് ചെയ്തു. എന്ത് ചെയ്തു? ബെഡിൽ വീണ് കരഞ്ഞു. പണം ബെല്ലയുടെ പക്കലില്ല, അതോർത്ത് ബെല്ല കരഞ്ഞു. With the lady of the house slowly growing quieter, we can look around at the home. വീട്ടിലെ സ്ത്രീ, ആരെ വീട്ടിലെ സ്ത്രീ? ഇപ്പൊ ബെല്ല. അവള് സ്ലോലി, സാവധാനം ഈ കരച്ചിലൊക്കെ നിർത്തി ഒന്ന് ക്വയറ്റ് ആവട്ടെ. അപ്പോഴേക്കും നമുക്ക് വീടൊന്ന് ചുറ്റി കാണാം. ആരാ പറയുന്നത്? ഓ ഹെൻറി. എന്തിനാണ് പറയുന്നത്? ബെല്ല അവൾ കരഞ്ഞുകൊണ്ട് കിടക്കുകയാണല്ലേ. അവളൊന്ന് ശാന്തിയാട്ടെ. അപ്പോഴേക്കും നമുക്ക് ഈ വീടൊക്കെ ഒന്ന് നോക്കി കാണാം. Furnished rooms at $8 a week. ആഴ്ചയില് $8 വാടകയ്ക്ക് നൽകിയ ഫർണിഷ് ചെയ്ത മുറിയാണിത്. എന്ന് വെച്ചാൽ ഒരു സ്വന്തം വീടല്ല, വാടകയ്ക്ക് നിൽക്കുന്ന വീടാണ്. ആഴ്ചയിൽ എത്ര ഡോളറാണ്? $8. There is little more to say about it. അതിനെ കുറിച്ച് കൂടുതലൊന്നും പറയാനില്ല. എന്ന് പറഞ്ഞാൽ എന്താ, $8 ഒരു വീക്കില് റെന്റ് എന്നൊക്കെ പറയുന്നത് കോമൺ ആണ്. അതിനെ കുറിച്ച് കൂടുതലൊന്നും പറയാനില്ല. In the hall below was a letter box, too small to hold a letter. താഴത്തെ ഹാളില് ഒരു കത്ത് പോലും ഇടാൻ കഴിയാത്തത്ര ചെറിയൊരു ലെറ്റർ ബോക്സ് ഉണ്ടായിരുന്നു. There was an electric bell, but it could make no sound. ഒരു ഇലക്ട്രിക് ബെൽ ഉണ്ട് വീട്ടില്, പക്ഷെ അതിന് ശബ്ദം ഉണ്ടാക്കാൻ കഴിഞ്ഞിരുന്നില്ല. Also, കൂടാതെ there was a name beside the door. വാതിൽക്കല് ഒരു പേര് ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്.
മിസ്റ്റർ ജെയിംസ് ഗില്ലിംഗ്ഹാം യങ്. അപ്പൊ ഈ ഒരു കാര്യങ്ങളെ കൊണ്ടൊക്കെ തന്നെ നമുക്ക് മനസ്സിലാകും ഇത് വളരെ പാവപ്പെട്ട ആളുകളാണ്. വീടിന്റെ ശോചനീയമായ അവസ്ഥയിൽ നിന്ന് തന്നെ അത് മനസ്സിലാക്കാം. കൂടാതെ ഡെല്ല പണം സ്വരൂപിക്കുന്നു, എന്നാൽ $1 നമുക്ക് സേവ് ചെയ്യാനും പറ്റുന്നില്ല. ഫിനിഷ്ഡ് ക്രൈം. ഡെല്ല കരച്ചിലൊക്കെ നിർത്തി and cleared the marks of tears from her face. കണ്ണുനീരിന്റെ പാടുണ്ടാവില്ല ഒത്തിരി സമയം കരഞ്ഞിട്ടുണ്ടെങ്കിൽ മുഖത്ത്, അതൊക്കെ തുടച്ചു മാറ്റി. She stood by the window. അവൾ ജനലിനടുത്ത് നിന്നു and looked out with no interest. എന്നിട്ടോ ഇതിൽ താല്പര്യമൊന്നും ഇല്ലാതെ ഇങ്ങനെ പുറത്തേക്ക് നോക്കി നിന്നു. Tomorrow would be Christmas Day. നാളെ ക്രിസ്മസ് ദിനമാണ്. And she had only 1.87 with which to buy Jim a gift. എന്തിനാണ് ഈ പൈസ ഇങ്ങനെ കഷ്ടപ്പെട്ട് സ്വരൂപിക്കുന്നത്? നമ്മുടെ ബെല്ല ഹസ്ബൻഡായ ജിമ്മിന് ഗിഫ്റ്റ് മേടിച്ചു കൊടുക്കാനായിട്ട്. ക്രിസ്മസ് അല്ലേ, ജിമ്മിന് ഒരു സമ്മാനം വാങ്ങാൻ അവളുടെ പക്കല് $1.87 മാത്രമേ ഇപ്പൊ ഉള്ളൂ, കയ്യിലുള്ളൂ. She had put aside as much as she could for months with this result. മാസങ്ങളായി അവർക്ക് കഴിയുന്നത്ര മാറ്റി വെച്ചതാണ് ഈ ഒരു തുക എന്ന് പറയുന്നത്. $20 a week is not much. ആഴ്ചയിൽ $20 എന്ന് പറയുന്നത് ഒരു വലിയ തുകയല്ല. Everything had cost more than she had expected. എല്ലാത്തിനും ചെലവെന്ന് പറയുന്നത് അവൾ പ്രതീക്ഷിച്ചതിലും കൂടുതലായിരുന്നു. It had always been like that. അതെപ്പോഴും അങ്ങനെ തന്നെ. അതുകൊണ്ട് തന്നെ ഇവരുടെ ദാരിദ്ര്യം ഒന്ന് കംപ്ലീറ്റ് ആയിട്ട് മാറുന്നില്ല. Only $1.87 to buy a gift for him. ജിമ്മിന് സമ്മാനം വാങ്ങിക്കാൻ വെറും $1.87 ഇപ്പൊ അവസാനം കയ്യിലുള്ളൂ. അവളുടെ ജിമ്മ്. She had had many happy hours planning something nice for him. അവൾക്ക് അവന് വേണ്ടി നല്ലൊരു സമ്മാനം പ്ലാൻ ചെയ്യാൻ ഒരുപാട് സമയം ലഭിച്ചിരുന്നു. നിരവധി മണിക്കൂറുകൾ, സന്തോഷം നിറഞ്ഞ നിരവധി മണിക്കൂറുകൾ ലഭിച്ചിരുന്നു. സംതിങ് നിയർലി ഗുഡ് ഇനഫ്. ഏതാണ്ട് നല്ലത് എന്ന് പറയാവുന്നതാണ് വാങ്ങേണ്ടത് അല്ലെ. എന്തെങ്കിലും മേടിച്ചു കൊടുത്താൽ മതിയോ? പോരാ. Something almost worth of honor of belonging to Jim. ജിമ്മിന് അർഹിക്കുന്ന, അദ്ദേഹത്തിന് നല്ല ബഹുമാനം അർഹിക്കുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം. അപ്പൊ അതിനോട് ചേർന്ന ഒരു സമ്മാനം തന്നെ വേണം കൊടുക്കാൻ. വിത്ത് എ സൈൻ, ഒരു നെടുവീർപ്പാണ്. അപ്പൊ ഇതൊക്കെ ആലോചിച്ച് പത്രങ്ങളുടെ കയ്യിൽ പൈസ ഉള്ളൂ, ഒരു നെടുവീർപ്പ് മാത്രമാണ് ഇപ്പൊ ബാക്കി വന്നത് നമ്മുടെ ഡെല്ലയ്ക്ക്. She turned from the window. അവൾ ആ ജനലിൽ നിന്നും തിരിഞ്ഞു. And stood before a thin narrow looking glass which stood between the windows. എന്നിട്ട് എവിടെ നിന്നു? ജനലുകൾക്കിടയിൽ വെച്ചിരിക്കുന്ന നേരിയ കണ്ണാടിക്ക് മുന്നിൽ, തിന്നാണ് ഇതിന്റെ ഇരിക്കുന്ന കണ്ണാടിക്ക് മുന്നിൽ നിന്നു. Her eyes sparkled. അവളുടെ കണ്ണുകൾ തിളങ്ങി. പെട്ടെന്ന് ആ കണ്ണാടിയുടെ മുന്നിൽ നിന്നപ്പോ അവളുടെ കണ്ണുകൾ തിളങ്ങി. But her face had lost its color. പക്ഷെ മുഖത്തെ നിറം പെട്ടെന്ന് അങ്ങ് മങ്ങി. ഒരേ സമയം സന്തോഷവും സങ്കടവും നിറയുന്ന എന്തോ ഉള്ള മനസ്സിലേക്ക് വന്നല്ലേ. കണ്ണുകൾ മുഖം മങ്ങി. Quickly she pulled down her hair. അവൾ പെട്ടെന്ന് തന്റെ മുടി അഴിച്ചിട്ടു. And let it fall to its complete length. അത് മുഴുവൻ നീളത്തില് താഴേക്ക് വീഴാനായിട്ട് അവൾ അനുവദിച്ചു. Jim and Della were very proud of two things beyond. ജിമ്മിനും ഡെല്ലയ്ക്കും അവർക്കുണ്ടായിരുന്ന രണ്ട് കാര്യങ്ങളില് വലിയ അഭിമാനമുണ്ടായിരുന്നു. One was Jim's gold watch. ഒന്ന് ജിമ്മിന്റെ സ്വർണ്ണ വാച്ചായിരുന്നു. It had once belonged to his father. അതൊരിക്കലും അവന്റെ അച്ഛൻ്റെതായിരുന്നു കേട്ടോ. And long ago it had belonged to his father's father. പിന്നെ പണ്ട് കാലത്ത് അത് അവന്റെ അച്ഛൻ്റെതായിരുന്നു ഈ വാച്ച്. ഇപ്പോൾ അത് ജിമ്മിന്റെ കയ്യിലാണ് കേട്ടോ. With a chain on his watch, Jim could look at it and learn the time anywhere he might. ഈ വാച്ചിന് ചെയിൻ ഉണ്ടെങ്കിൽ ജിമ്മിന് അത് നോക്കി അവൻ എവിടെയാണെങ്കിലും സമയം അറിയാൻ സാധിക്കുമായിരുന്നു. Though the watch was so distinctive, it never had a fine chain. വാച്ച് വളരെ അല്ല ഒരു പ്രത്യേകത നിറഞ്ഞ അല്ലെങ്കിൽ ഇത്രയും ഒരു അഭിമാനിക്കുന്ന ഒന്നാണ്, എങ്കിലും അതിന് നല്ലൊരു ചെയിൻ ഉണ്ടായിരുന്നില്ല. ഈ വാച്ച് കെട്ടിക്കൊണ്ട് അതുകൊണ്ട് എല്ലാവർക്കും പോകാനായിട്ട് സാധിച്ചിരുന്നില്ല. He sometimes took it out and looked at it only when no one could see him do it. ആരും കാണാനില്ലെങ്കിൽ മാത്രം ചിലപ്പോൾ അവൻ അത് പുറത്തെടുത്ത് നോക്കുമായിരുന്നു. The other thing was, രണ്ട് കാര്യങ്ങളിൽ അഭിമാനിക്കുന്നു എന്ന് പറഞ്ഞേ. ഒന്ന് ഈ വാച്ച്, രണ്ടാമത്തേതോ Della's hair, ഡെല്ലയുടെ മുടി. Della knew her hair was more beautiful than any queen's gold or gems. അവളുടെ മുടി ഏതൊരു രാജ്ഞിയുടെ സ്വർണത്തെക്കാളും
രത്നങ്ങളെക്കാളും മനോഹരമാണെന്ന് ഡെല്ലയ്ക്ക് അറിയാമായിരുന്നു. അത്ര മനോഹരമായ സുന്ദരമായ മുടിയായിരുന്നു ഡെല്ലയ്ക്ക് ഉണ്ടായിരുന്നത്. So now there was beautiful hair fell around her. ഓക്കെ, അപ്പൊ ഇപ്പൊ മുടി അഴിച്ചിട്ടും ഞാൻ പറഞ്ഞല്ലേ, അതുകൊണ്ട് ഇപ്പൊ ഡെല്ലയുടെ മനോഹരമായ മുടി അവളെ ചുറ്റി ഇങ്ങനെ താഴേക്ക് വീണു. ഷൈനിങ്, തിളക്കത്തോടെ, ലൈക്ക് എ falling stream of brown water. ഒരു താഴേക്ക് ഒഴുകുന്ന ബ്രൗൺ നിറത്തിലുള്ള ഒരു അരുവി പോലെയാണ് ഈ മുടി കണ്ടിട്ടുണ്ടെങ്കിൽ. കളർ ബ്രൗൺ ആണ്. ഇറ്റ് റീച്ച്ഡ് ബിലോ ഹെർ നീ. അത് അവളുടെ താഴെത്തി ഈ മുടി അഴിച്ചിട്ടപ്പോഴേക്ക്. ഇറ്റ് ഓൾമോസ്റ്റ് മെയ്ഡ് ഇറ്റ്സെൽഫ് ഇൻടു എ ഡ്രസ് ഫോർ ഹെർ. അത് ഏതാണ്ട് അവൾക്കൊരു ഉടുപ്പായി തീർന്നുപോലെ അതിന് അഴിച്ചിട്ടിട്ടുണ്ടെങ്കിൽ അത്രയ്ക്ക് ഉണ്ട് ആ മുടി. ആൻഡ് ദെൻ ഷി പുട്ട് ഇറ്റ് അപ്പ് ഓൺ ഹെർ ഹെഡ് അഗെയിൻ. എന്നിട്ട് അവൾ അത് വീണ്ടും തലയിൽ ചുറ്റിവെച്ചു. നെർവസ്ലി ആൻഡ് ക്വിക്ലി. പരിഭ്രാന്തതയോടെയും വേഗത്തോടെയുമാണ് അവൾ അത് ചുറ്റിവെച്ചത് കേട്ടോ. അതെന്തുകൊണ്ടായിരിക്കും? She stopped for a moment. അവൾ ഒരു നിമിഷം അനങ്ങാതെ നിന്നു. And stood still while a tear or two ran down her face. അതേസമയം അങ്ങനെ നിന്നപ്പോൾ ഒന്നോ രണ്ടോ കണ്ണുനീർ അവളുടെ മുഖത്തിലൂടെ ഒഴുകിയിറങ്ങി. ടിയർ എന്ന് പറഞ്ഞാൽ കണ്ണുനീരാണ്. എന്തുകൊണ്ടായിരിക്കും ഇപ്പൊ ഡെല്ല കരയുന്നത് നോക്കാം. She put on her old brown coat and old brown hat. അവൾ തന്റെ പഴയ ബ്രൗൺ നിറത്തിലുള്ള കോട്ടും പഴയ ബ്രൗൺ നിറത്തിലുള്ള തൊപ്പിയും ധരിച്ചു. The bright light still in her eyes. ആ തെളിച്ചമുള്ള പ്രകാശം കണ്ണുകളിൽ ഇപ്പോഴും നിലനിർത്തിക്കൊണ്ട് തന്നെ she moved quickly out the door and down to the street. അവൾ വേഗം വാതിലിലൂടെ പുറത്തേക്ക് പോയി. എങ്ങോട്ടേക്ക് പോയി? സ്ട്രീറ്റിലേക്ക്, തെരുവിലേക്ക് പോയി. Where she stopped, the sign said Mrs. Sofroni. എന്താണ് സ്ട്രീറ്റില്, തെരുവില് ഒരു സ്ഥലത്ത് എത്തിയപ്പോൾ അവൾ നിന്നു. ഏതൊരു ബോർഡിന്റെ മുന്നില് മിസ്സസ് സോഫ്രോണി എന്ന ബോർഡ് വെച്ച കടയുടെ മുന്നിലാണ് അവൾ നിന്നത്. ഓഫ് ഓൾ പ്രോഡക്ട്സ് എന്ന് പറഞ്ഞാൽ എല്ലാ തര കേസ് ഉൽപ്പന്നങ്ങളും. ഇപ്പൊ മനുഷ്യന്റെ മുടി ഉപയോഗിച്ചുകൊണ്ട് ഉണ്ടാക്കുന്ന വിക്കുകള്, ഫേക്കായ മുടി, ആർട്ടിഫിഷ്യൽ ആയി ഉണ്ടാക്കുന്ന മുടി, അതുപോലെ അവര് മുടി, ഒറിജിനൽ മുടി മുറിച്ച് വിലക്ക് വാങ്ങുകയും ആവശ്യമുള്ളവർക്ക് അങ്ങോട്ട് വെക്കുകയും ചെയ്യും. അങ്ങനെ ഒരു ബിസിനസ്സും കൂടി ഇവിടെ നടക്കുന്നു. Up to the second floor, Della ran and stopped to get her to breath. അങ്ങനെ ഡെല്ല വേഗം ആ കടയിലേക്ക് ചെന്ന് രണ്ടാം നിലയിലേക്ക് ഓടിക്കയറി ശ്വാസം കിട്ടാൻ വേണ്ടി അവസരം അവിടെ നിന്നു. മിസ്സസ് സോഫ്രോണി, large, cold-eyed, looked at her. നല്ല വലുപ്പമുള്ള, കോൾഡ്-eyed എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയ ഇമോഷൻസ് ഒന്നുമില്ല, വലിയ ഫ്രണ്ട്ലി ഒന്നുമല്ല ആള്. അങ്ങനെ ഡെല്ലേനെ മിസ്സസ് സോഫ്രോണി നോക്കി. Will you buy my hair? നിങ്ങൾ എന്റെ മുടി വാങ്ങുമോ? Asked Della. ഡെല്ല ചോദിച്ചു. I buy hair? ഞാൻ മുടി വാങ്ങും, said Mrs. Sofroni. Take your hat off and let me look at it. ആദ്യം നിങ്ങൾ തൊപ്പി ഒന്ന് മാറ്റിക്കും, ഞാൻ അതൊന്ന് കാണട്ടെ, നിങ്ങളുടെ മുടിയൊന്ന് നോക്കട്ടെ ആദ്യം. Down fell the brown waterfall. ഈ തൊപ്പി ഒന്ന് മാറ്റിയതും ബ്രൗൺ നിറത്തിലുള്ള ഒരു അരുവി പോലെ മുടി ഒന്ന് താഴേക്ക് വീണു. $20, said Mrs. Sofroni, lifting the hair to feel its weight. മുടിയുടെ ഭാരം അറിയാനായിട്ട് ആ മുടി ഉയർത്തി നോക്കി മിസ്സസ് സോഫ്രോണി. എന്നിട്ട് പറഞ്ഞു, $20. Give it to me quick, said Della. എന്നാൽ ആ പണം എനിക്ക് വേഗം തരൂ, ഡെല്ല പറഞ്ഞു. The next 2 hours seemed to fly. അടുത്ത 2 മണിക്കൂർ പറന്നു പോയതുപോലെയാ തോന്നിയത്. മുടി മുറിച്ചു വിറ്റു കേട്ടോ. She was going from one shop to another to find a gift for Jim. അവൾ ഒരു കടയിൽ നിന്നും മറ്റൊരു കടയിലേക്ക് ഇങ്ങനെ ഓടി ഓടി പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്തിനാണ്? ജിമ്മിന് ഒരു ക്രിസ്മസ് സമ്മാനം വാങ്ങിക്കാനായിട്ട്. ആ $20 വെച്ച്. പക്ഷെ അവൾ അവളുടെ ഏറ്റവും പ്രിയപ്പെട്ട, അവർ രണ്ടുപേരും അഭിമാനിക്കുന്ന വസ്തുക്കളിൽ ഒന്നാണ് ഈ ഡെല്ലയുടെ മുടി എന്ന് ഓർക്കണം. അത് മുറിച്ചു വിറ്റുകൊണ്ടാണ് ഇപ്പോൾ ആ സമ്മാനം മേടിക്കാനായിട്ട് ഡെല്ല കടകൾ കയറി ഇറങ്ങുന്നത്. She found it at last. അവൾ ഒടുവിൽ അത് കണ്ടെത്തി, ഗിഫ്റ്റ് കണ്ടെത്തി. It was a gold watch chain, very simply made. അതൊരു സ്വർണ്ണ വാച്ച് ചെയിൻ ആയിരുന്നു, വളരെ സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കിയത്. ഇത് എല്ലാം കൂടെ ഒറ്റ വീഡിയോയിൽ ഇടാൻ പറ്റാത്തതിനാൽ പാർട്ട് 2 ആയി ചാനലിൽ ഇട്ടിട്ടുണ്ട്.